ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ചെയ്ത് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 3 ആയിരിക്കുന്നതാണ്. ഇത് ഇച്ചിരി കോഴ്സ് ഏൽപ്പിക്കാൻ ഇട്ടിട്ടുണ്ടായത് കഴിഞ്ഞ പാർട്ടി. ആ കോഴ്സ് നമുക്ക് എടുത്തിട്ട് കിടന്ന് ഉറങ്ങാൻ പോകാം. മഴ ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് പണി കിട്ടും. ഇപ്പോൾ 11 കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കണം. കൺട്രോള് ഇച്ചിരി പാടാണ് എനിക്കിത് കൺട്രോൾ ചെയ്യാൻ. കളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് ഞാൻ ഓൾസോ ഇവിടെ ഇച്ചിരി മോൺസ്റ്റേഴ്സ് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. മോൺസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ പണി കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ കൂടി ഇറങ്ങി പോകാനും പറ്റില്ല, ബിക്കോസ് ഇതുണ്ട് ഇത്. പിന്നെ നമുക്ക് താഴെ ഇറങ്ങിയിട്ടില്ല, ഇച്ചിരി ടൂൾസ് ഉണ്ടാക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ സ്റ്റിക്സ് നമ്മൾ ഇത് വെച്ചിട്ടായിരിക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റിക്സും കൂടി എടുത്ത് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, നമ്മളിനി ഇതെടുത്ത് നമുക്ക് ഇത് വെച്ച് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണം, പിന്നെ ഒരു ഷവൽ ഉണ്ടാക്കണം. ഓക്കെ, ഇനി നമുക്ക് ബൂട്ട്സും കൂടി ഉണ്ടാക്കാൻ പറ്റും. ബൂട്ട്സ് ഷിയർസ് വേണമെന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ബൂട്ട്സ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ബൂട്ട്സ് ഇതിവിടെയും വെക്കാം. ഇനിയിപ്പം 3 ഉണ്ട്. 3 വെച്ച് അതിന് മറ്റേ വേറെ ബക്കറ്റ് ഉണ്ടായിരുന്നു. ആ ബക്കറ്റ് കാണാനില്ല. ഇത് വെച്ചിട്ടാണ് ഇരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേറെ എക്സ്പ്ലോറേഷൻ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ എക്സ്പ്ലോറേഷൻ ചെയ്യാൻ പോകണം. ഞാൻ പറയുന്നത് എനിക്ക് ഫാർം ഉണ്ടാക്കാനുണ്ടായിരുന്നു. നമുക്ക് ആ ഫാർം ഉണ്ടാക്കണം. ഓൾറെഡി ബക്കറ്റ് വെച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫാർമിന് വേണ്ടി ഫാർം ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഫുള്ള് ഗ്രോ ആയി കാണും. ഓക്കെ, ഞാനിത് പോയി നോക്കട്ടെ. ഫുള്ളൊന്നും ഗ്രോ ആയില്ല. പക്ഷെ ഇവിടെ ഞാൻ പൊട്ടാറ്റോ വെക്കണമെന്നുണ്ട്. ഇവിടെ പൊട്ടാറ്റോസ് ഒന്നും കാണാനില്ല. വില്ലേജേഴ്സിനെയൊക്കെ നോക്കട്ടെ. വില്ലേജറിനെ ആരെയും കാണാനില്ല, ഒരാളെ പോലും കാണാനില്ല. ഇവിടെ ഒരാളുണ്ട്. നമുക്ക് ഇവരെയൊക്കെ പിടിച്ചില്ല. ഒരിടത്ത് തന്നെ ലോക്ക് ചെയ്തിടണം. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് അവരോട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒത്തിരി കൗസ് ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നെ നമ്മൾ കഴിഞ്ഞ പാർട്ടി നമ്മൾ ഒത്തിരി കേവ്സ് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് പിന്നെ 2 കേവ്സ് ഞാൻ എടുത്തായിരുന്നു. ഇത് കണ്ടപ്പോൾ പേടിച്ചില്ല. അതൊന്നും അല്ല ഞാനിപ്പോൾ നോക്കാൻ നിൽക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു മീൻ വേണം. അത് മെയിനായിട്ട് നിൽക്കുന്ന മീൻ വേണം. അതിനുവേണ്ടി ചലഞ്ച് വില വേണം. ചലഞ്ച് വില എൻ്റെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് പോട്ടെ. ഇയാളെ എന്തുകൊണ്ട് ട്രേഡ് ചെയ്യാനുണ്ടല്ലേ? എന്തുവാടാ ഇയാളെ എന്താണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി? കൂടെ 15 കോൾ പിടിക്കുകയാണെങ്കിൽ ഒരു ഇത് കിട്ടും, രമലാളുടെ കിട്ടും. 15 കോൾ എൻ്റെ അടുത്ത് ഏത്തേക്ക് ഞാനിപ്പോൾ കൊണ്ടുവരാം. കേവിലോട്ട് പോയിട്ട് 15 കോൾ കൊടുത്തില്ല. ഞാൻ ഇച്ചിരി ഇതൊക്കെയൊക്കെ വാങ്ങാൻ പോയാൽ അതാകുമ്പോൾ നമുക്ക് ലാഭിക്കും. പിന്നെ നമ്മളെ ഫാർമേഴ്സിനില്ലേ ഇത് കൊടുക്കും. നമ്മളാ ആ വീറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു എമറാൾഡ് കിട്ടും. അത് കിടക്കുമ്പോൾ നമ്മൾ 9 എമറാൾഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തരും. മറ്റേ വില്ലേജർ ഒരു ചെസ്റ്റ് പ്ലെയിൻ തരും. ആ ചെസ്റ്റ് പ്ലെയിൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു കേവ് മൗണ്ടൻ കേവ്. അങ്ങോട്ട് പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതാണ് നമ്മളെ പണി. പക്ഷെ ഇത് ഇച്ചിരി മുകളിലാണ് നിൽക്കുന്നതുകൊണ്ട് ഇച്ചിരി ടഫാണെന്ന് തോന്നുന്നത്. നമുക്ക് കയറാം. അത് താഴെ ഇരുന്നുണ്ടല്ലേ, അതായത് ഇവിടെ കയറാം. കോളുണ്ട് ഇവിടെ. കോള് നമ്മളെ മറ്റേ വില്ലേജർ ട്രേഡ് ചെയ്യണമെന്ന് പറയായിരുന്നു. ഞാനിപ്പോൾ ഈ പിക്കാക്സ് എടുക്കാതാകുമ്പം നമ്മളെ മറ്റേ പിക്കാക്സ് സേവ് ചെയ്യാൻ പറ്റുമായി. എന്ന് പറയുമ്പോൾ മറ്റേ പിക്കാക്സ് നമുക്ക് ഇവരെ എടുക്കുകയാണെങ്കിൽ ഇത് ലാഭം കാണുന്നില്ല. നമുക്ക് യൂസ് ചെയ്യണം. ഇതിപ്പം കോൾസ് നമ്മൾ 15 എടുക്കുകയാണെങ്കിൽ അയാളെ ട്രേഡ് ചെയ്യാൻ പറ്റും. ലാഭമാണ് അത്. ഒന്ന് തന്നെ നമുക്ക് ധാരാളമാണ്. എന്ന് വെച്ചാൽ അത് വെച്ചാൽ നമുക്ക് ഇത് വാങ്ങിക്കാം. ചെസ്റ്റ് പ്ലെയിൻ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നമുക്ക് അയണും സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തന്നെ 15ആയി. ഒരു 30 വേണം മാക്സിമം. അതാകുമ്പോൾ നമുക്ക് 30 ഇതും ഉണ്ടാക്കാം.
ഞാൻ ടോർച്ച് തന്നെ അവിടെ ഇട്ടിട്ട് വരുന്നതെന്ന് വെച്ചാൽ കോൾ ഇട്ടാൻ ഈസി അല്ല, അതുകൊണ്ടാണ് ഞാൻ ടോർച്ച് അവിടെ ഇട്ടിട്ട് വരുന്നത്. വില്ലേജ് ഇപ്പരം കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിലെ കൂടി ഇങ്ങനെ കയറി പോകാൻ ഇച്ചിരി പാടാണ്. എല്ലാം ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാമില്ല. ഓ അവിടെ ഒരു കോള് എൻ്റെ വിരിയിരാറായി എന്നാണ് തോന്നുന്നു. ഇച്ചിരി കൂടി ഉണ്ട് കാണാൻ പറ്റുന്നു. ഭയങ്കര ഇത് വെട്ടം കുറവുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ചോദിച്ചു വെച്ചാൽ അവിടെയും കാണാൻ പറ്റും. അയൻ ഇതിലെ കൂടി കയറി വരികയാണെങ്കിൽ ഷോർട്ട് കട്ട് ആവശ്യം അയൺ വേണം. അതിന് നമുക്ക് ഓക്കെ, ഞാനിവിടെ അയൺ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും ഈ പാർട്ടി എന്തായാലും നമ്മൾ ഫുൾ അയൺ ആർമർ ഉണ്ടാക്കും എന്ന് ഉറപ്പിച്ചത്. പിന്നെ നമുക്ക് വില്ലേജിൻ്റെ എമറാൾഡ് വാങ്ങിക്കാം, പക്ഷേ ചെസ്റ്റ് പ്ലേ വാങ്ങിക്കണം. അതാകുമ്പോൾ നമുക്ക് എമറാൾഡ്സ് സേവ് ചെയ്യാം. പൊട്ടി. ഞാൻ ഈ പിക്കാക്സ് ഇച്ചിരി യൂസ് ചെയ്തായിരുന്നു അറിയാതെ, അതുകൊണ്ട് വിഷയമില്ല. ഇത്രയും റൈക്കാൻ വേണ്ടിയാണ് എടുത്തത്. പുറത്തിറങ്ങോട്ട് അങ്ങനെ ഈ കോളും കൂടി എടുത്തോണ്ട് പോകാം. നമുക്ക് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, സെറ്റ്. എന്നാലും ആട് കരയുന്നല്ലേ, ചെമ്മരിയാട്. കോള് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഈ കേവി കയറിയത്. ഓക്കെ, കോള് കളക്ട് ചെയ്യാനെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ നേരത്തെ ട്രേഡ് ചെയ്യാൻ വേണ്ടി വില്ലേജ് തന്നെ നോക്കിയില്ലായിരുന്നു. അപ്പം നമുക്ക് ഇത്തിരി ഇത് കുടിക്കുകയാണെങ്കിൽ ആകുമ്പോൾ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. നമുക്ക് ടോർച്ച് കിട്ടണം, അതിന് വേണ്ടി നമുക്ക് കോള് വേണം. അതാണെങ്കിൽ ഫ്യൂവലിനും കോള് വേണം. എല്ലാത്തിനും നമുക്ക് കോളിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ അയാളെ ട്രേഡ് തീരുകയാണെങ്കിൽ പിന്നെ ഇതാവും, പിന്നെ കിട്ടത്തില്ല. ഇവിടെ ഇച്ചിരി അയണും കിടപ്പുണ്ട്, ഈ അയണും എടുക്കണം. ഞാൻ ഈ അയൺ എടുക്കണം. ഓക്കെ, ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടൊന്ന് ടോർച്ചൊന്ന് വെച്ച് നോക്കാം. ഇവിടെ ഒന്നുമില്ലല്ലേ. അവിടെ സ്കെൽട്ടൺ ഉണ്ട്. എനിമി അല്ല, എനിമിയാണ് കേട്ടോ. ഇവനെ തീർത്തിട്ടുണ്ട്. അവിടെ ഇത് മാറ, നിനക്ക് എന്താ എനിക്ക് അമ്മൂമ്മില് കിട്ടി. പേടി അമ്മൂമ്മില്. ഞാൻ ഇവിടെ ഈ ഇവന്മാരൊക്കെ തീർത്തിട്ട് ഈ കോൾ എടുക്കാമെന്ന് വിചാരിച്ച്. ആ ഇതിലും കൂടി സമാധാനം. ഡെഡ് ആവത്തതുമില്ല. ഡെഡ് ആണെങ്കിൽ ഇവന്മാർ അതിൻ്റെ ഐറ്റംസ് കൊടുത്തോണ്ട് ലാവ ബക്കറ്റ് എടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം.
ഇവിടെ ഒത്തിരി എനിമീസ് ഉണ്ട് പറയണക്ക്. എനിമീസിനൊക്കെ ഇതാക്കണം. ഇവിടെ ഒത്തിരി എനിമീസ് ഉണ്ട്. എനിക്ക് ഇവനെ തീർക്കാൻ വയ്യ. ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു പോട്ട്. അവൻ വെറുതെ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു. എനിക്കൊന്നും കഴിഞ്ഞ് ഇവിടെ നിൽക്കാൻ. എന്നു വെച്ചാൽ ഇവിടെ എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഒരു ദിവസം വരാം. എൻ്റെ ലൈഫ് കുറവാണ്. അതുകൊണ്ട് ഓർഡർ ആദ്യം വളഞ്ഞെന്നാ തോന്നുന്നു. വളഞ്ഞടാ, ഇവനെ വളഞ്ഞു. ഇവൻ തന്നെ ഇവനെ വെടി വെച്ചിട്ട് ഞാൻ വിചാരിയാവുന്നാ തോന്നുന്നു. ഇനി ഇത് ഇവനെ ഒത്തിരി സ്കെൽട്ടന്മാരും ഉണ്ട്. ഇത് തന്നെ എന്ത് കഷ്ടപ്പാടാ അത്. നമുക്ക് ഓടാ ഈ സമയം കൊണ്ട്. ഈ സമയം കൊണ്ട് ഓടാ. എൻ്റെ വീട് എങ്ങോട്ടാടാ? കിട്ടിയടാ. ഞാൻ ഓടിട്ട് ഈ സമയം കൊണ്ട്. അമ്മമാരെന്നാണോ ഫൈറ്റ് ചെയ്യേ? ഭാഗ്യം. ഞാൻ ഈ കുക്കീസ് അടിച്ച് കൊടുക്കാം. ആകെ ഇച്ചിരി ലൈഫ് ആറുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട. എൻ്റെ രൂപം നോക്കട്ടെ. അതൊന്നും നോക്കണ്ട. ഇപ്പം ഇനി ലൈഫ് തന്നെ ഹീരായിക്കോളും. ഇനി കുഴപ്പമില്ല. ഇനി നമ്മളെ ലൈഫ് ഇതാവും. എന്തൊരു കഷ്ടപ്പാടിപ്പം ഇഷ്ടപ്പാടായി കാണും. എന്തിനാ ഓടുക? നേരെ ഓടിക്കുകയോ? കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഓടുക. കണ്ണാമൃഗത്തിന് വേണ്ടിയിട്ട് ഓടുക. ഇവന്മാരെല്ലാം എന്നെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് നിൽക്കാത്ത. രാത്രിയായിന്ന് വിചാരിച്ചില്ലേ? നമ്മളെ നിൽക്കത്തത് പോലും ഇല്ലായിരുന്നു. ഓർഡർ ഞാൻ സ്പ്രിൻ്റ് എടുത്താ ഓടുന്ന. അങ്കർ ലെവലിൽ പടിയെന്ന് പറഞ്ഞ് ഓടായിരുന്നു. കൈ വിടുന്നില്ലേ ഓടേ. ലാവ ഉണ്ട്. ഇവിടെ നമുക്ക് കളക്ട് ചെയ്യണം. എൻ്റെ വീട് വേഗം ഡോണ്ടു ചെലന്തി ഞാൻ പെട്ട്. ഇന്ന് നിലാവാണ്. അങ്ങനെ കൃത്യ സമയത്തിനെത്തി. ഓക്കെ അമ്മ, നമുക്ക് സമാധാനം. ഓക്കെ ഗൈസ്, നമ്മളെ ഒന്നും ഫുഡില്ല. ഓടിയും കൂടെ കയറി. നമുക്ക് അയം കിട്ടിയില്ല. അത് നമുക്ക് വേവിക്കാൻ വെക്കാം. കോളിൻസിട്ട് അതുകൊണ്ട് നമുക്ക് ഇതെടുത്ത് കൊടുത്തേക്കാം. ഈ ചെലന്തീനെ പേടിക്കേണ്ട ആവശ്യമില്ല. രാവിലെ ആയതുകൊണ്ട് ഒന്നും ചെയ്യത്തില്ല. രാത്രി ആയിരുന്നെങ്കിൽ എപ്പോഴും അറ്റാക്ക് ചെയ്തേ. ഇതാ അവിടെ ഇരിക്കുന്നല്ലേ. ഇപ്പം നിനക്കായിരിക്കുന്നുള്ളൂ കാണിച്ചു.
ഞാൻ പറയുന്ന ബോൺസ് ഉണ്ട്. നമുക്ക് പട്ടീനെ കണ്ടുപിടിക്കണം. പട്ടീനെ കണ്ടുപിടിച്ച് നമുക്ക് ടൈം ചെയ്യാം. അതാകുമ്പോൾ നമ്മൾ പറയുന്നതാണ് ചെയ്യുന്നത്. ഈ കോൾ കൊടുക്കാം. കൊള്ളാം. ഞാൻ അമ്പും ബില്ലുണ്ടാക്കാൻ പോവേ. അയ്യോ സോറി. ഇനി ഇവനെ ട്രൈഡ് ചെയ്യത്തില്ലാന്ന് തോന്നുന്നു. അതൊന്നും വിഷയമല്ല. അവൻ എന്നെ ട്രൈഡ് ചെയ്ത് എന്നെ കണ്ട ട്രൈഡ് ഇനിയും കോള് കാണാം. ഇന്ന് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക്. വേഗം പോകാം. പിന്നെ അയൻകോളംസ് ഉണ്ട്. അപ്പച്ചി അവന്മാരെ ഇതാക്കിക്കോളും. അതുപോലെ അയൻകോളമേ ഉള്ളൂ. എന്തിനാ അയൻകോളംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ അയൺ ആർമർ ഉണ്ടാക്കാൻ പോയാ. അതാകുമ്പോൾ നമുക്ക് നമ്മൾ വേറെ ടൂൾസൊക്കെ ഉണ്ടാക്കണല്ലേ. അമ്പും ബില്ലുണ്ടാക്കണം. അമ്പും ബില്ലുണ്ടാക്കണമെങ്കിൽ ചിലന്തിയുടെ ഇത് വേണം. പിന്നെ നമുക്ക് ചിലന്തിനെ കൊന്നട്ടെ. ചിലന്തിനെ കൊല്ലാനല്ല റോപ്പ് എന്താണ്ട് വേണമായിരുന്നു. ഇത് തന്നെ സ്റ്റിക്ക് അല്ലല്ലേ കിട്ടുന്നില്ല എന്താണെന്ന്. ഓക്കെ, ഇപ്പം 6 എണ്ണം ആയിട്ടുണ്ട്. 8 എണ്ണം ഉണ്ട് നമുക്കിപ്പോൾ. നമ്മൾ ഷീൽഡിൻ്റെ ഇത് നോക്കട്ടെ. ഷീൽഡ് നോക്കട്ടെ. സർപ്രൈസ് ഇടിയറായി. നമ്മൾ ഇത്ര നേരം അറ്റാക്ക് ചെയ്യാൻ പോയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയായ. ക്രീപ്പറിൻ്റെ ഇതുവരെ പൊട്ടിത്തെറിച്ച് തരണം. അത് കാരണം ഷീൽഡിൻ്റെ വിടിയിലാണ്. നമുക്ക് ഷീൽഡ് വേണം. സോംബി സ്കെൽട്ടന് സോംബിക്കാണ് പവർ കൂടുതൽ. ഓക്കെ, നമുക്കിപ്പോൾ ഹോൾ അയൺ ആർമറുണ്ട്. നമ്മൾ ഇരിക്കുക നമുക്കിപ്പോൾ ഫുൾ അയൺ ആർമറുണ്ട്. എല്ലാം ഉണ്ട്. ഇപ്പം അമ്പും ഉണ്ട്. അമ്പ് നമുക്കൊന്ന് പുതിയത് ഉണ്ടാക്കണം. ഇപ്പോൾ ചിലന്തികളെയൊക്കെ നമുക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ ഇവിടെ ഇച്ചിരി ലാവയാണ്. ലാവ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. കോള് ഞാൻ റെഡി ചെയ്ത് എടുത്തായിരുന്നു. പിന്നെ ഇവിടെ എവിടെയാണ് ലാവ ഉണ്ടായിരുന്നു. ആ ലാവയിൽ നമുക്ക് പോകണമായിരുന്നു. രാത്രി കിടന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ ഇത് എക്സ്ചേഞ്ച് ചെയ്ത് എന്തിനാണ്? അത് കുഴപ്പമില്ല. ലാവയുണ്ട് ഈ സൈഡിൽ. എവിടെ ഉണ്ട്? ഞാൻ എൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റട്ടെ. ഇവിടെ ഒന്നും ഇല്ലേ? ആരും ഇല്ലല്ലേ. ഞാൻ ഇവിടെ ആരെങ്കിലും. നമ്മളിപ്പോൾ 10 XP ഉണ്ട്. നമ്മൾ ഗാർഡൻ ആ പംകിനെല്ലാം ഇതായിക്ക് നട്ടല്ലേ. പംകിനെ കാണാനില്ല. പണി കിട്ടി. അത് ശരിക്ക് പംകിൻ നട്ടായിരുന്നു. പംകിൻ കാണാനില്ല. ശരിയല്ല, നമുക്ക് പോട്ട്. പംകിൻ നട്ടായിരുന്നു. പംകിൻ കാണാനില്ലല്ലോ. ആ ഫാം പണിയണം. ഫാർം കൊള്ളത്തില്ല. പുതിയതൊന്നും പണിയണം. ഓക്കെ, ഇതെടുക്കാം. ലാവൊക്കെ ഒന്നേ കിട്ടിയോളൂ. പിന്നെ ഫാർം ലാവ ഉണ്ട്. എന്നാൽ നമുക്ക് ഷീൽഡ് ഉണ്ടാക്കണം. ക്രോസ് ബോ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ട്രിപ്പ് വയർ ഹുക്ക്, 2 സ്റ്റിക്ക്, 2 ചിലന്തി വല എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. ചിലന്തി വല എൻ്റെ കാണുന്നില്ല. നമുക്ക് ചിലന്തിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അയൺസ് ഉണ്ട് കേട്ടോ. നല്ല അയൺസ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ച കാര്യം അറിഞ്ഞില്ലായിരുന്നു. 6 അയൺസ് ഉണ്ട് ഇപ്പോൾ നമ്മളതിൽ. അയൺസ് ഇനീഷ്യൽ നമുക്ക് ട്രിപ്പ് വയർ വേണം. ട്രിപ്പ് വയർ ഇതിന് ഒരു സ്റ്റിക്കും മുട്ടും എൻ്റെ കയ്യിലുണ്ട്. സ്റ്റിക്കും മുട്ടും എടുത്തുകൊണ്ട് വരണം എനിക്ക്. സ്റ്റിക്കും മുട്ടും വേണം എനിക്ക് 2 എണ്ണം. അതിനു വേണ്ടിയാ. ഓക്കെ, നമുക്ക് സ്റ്റിക്കും ഫുഡ് ഒപ്പിക്കണം. എന്നാലേ പണി നടക്കത്തുള്ളൂ.
സ്റ്റിക്ക് വുഡ് എന്തിയടാ എന്തിയേ ഓക്കെ ഇനി നമുക്കിത് ഉണ്ടാക്കാം ഇനി ട്രിപ്പ് വയർ സെറ്റായി എനിക്കൊന്നും മതി ട്രിപ്പ് വയർ ഓക്കെ ഈ ക്രോസ് ബോ ആരോ കിട്ടി ആരോ 3 എനിക്ക് ആരോ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ 3 ഇത് വേണം ഇതും ഉണ്ടാക്കാൻ പറ്റും 2 ഇത് വേണം ആവശ്യമില്ല നമുക്ക് ആരോ ഉണ്ടാക്കാം ആരോ അല്ല ബോ പിന്നെ ഇതുണ്ടാക്കണമെങ്കിൽ ഗ്രാവൾ വേണം പിന്നെ നമ്മൾ പോലെ ഫെദറും വേണം ആരോ ശരി ഇത് കൊള്ളാം പക്ഷേ 8 ആരോസ് കിട്ടും ഇത്രയും കുടിക്കുകയാണെങ്കിൽ റോസ് ബോ പിന്നെ നമ്മൾ 4 ആരോസ് നമ്മളായിട്ടുണ്ട് ക്രോസ് ബോയിൽ 2 ഇതും കൂടിയും വേണം 2 ചലഞ്ച് വേണം നമുക്ക് ഒത്തിരി ചിലന്തി വല വേണം നമ്മൾ നട്ട ജംഗിൾ ട്രീ ഇല്ലേ ചിലന്തി വല ഒത്തിരി വേണം ചിലന്തി വല വേണം ഒരു കേവ് കണ്ടുപിടിക്കണം കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മറ്റേ കേവില്ല ആ കേവിലെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം ലെതർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നേരത്തെയാണ് പീസ് ഔട്ട്